Once again, all of you, welcome back to my YouTube channel. My name is Adra. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. We are discussing second chapter of CBSE class 10th students. അപ്പോൾ CBSE സിലബസിലെ 10th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കുട്ടികളുടെ കെമിസ്ട്രിയുടെ സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നെക്സ്റ്റ് ക്ലാസ്സോടുകൂടി നമുക്ക് ചാപ്റ്റർ എന്ത് ചെയ്യാൻ പറ്റും, വൈൻഡപ്പ് ചെയ്യാൻ സാധിക്കും. കൃത്യമായിട്ട് പഠിക്കുക, റിവിഷൻ കൊടുക്കുക, നമുക്ക് ലാസ്റ്റ് എക്സാം 100 സ്കോർ എന്ത് ചെയ്യാൻ പറ്റും, കരസ്ഥമാക്കാൻ സാധിക്കും. സോ വി ആർ ഡിസ്കസിങ് ദ ടോപ്പിക് കെമിക്കൽസ് ഫ്രം കോമൺ സാൾട്ട്. സോ ദ ലാസ്റ്റ് വൺ ഈസ് washing soda. Okay, last one is washing soda. We all are familiar with washing soda. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത് വാഷിംഗ് സോഡ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാഷിംഗ് സോഡ പ്രിപ്പയർ ചെയ്യാനും വേണ്ടി നമുക്കൊരു റോ മെറ്റീരിയൽ ആണ് സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് ഈ വാഷിംഗ് സോഡ പ്രിപ്പയർ ചെയ്യാനും നമുക്ക് വേണം. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞ ബേക്കിംഗ് സോഡയായിരുന്നു. ഈ ബേക്കിംഗ് സോഡയുടെ സമയത്ത് ഹീറ്റിംഗിന്റെ ടൈമിൽ അവിടെ ഒരു സാൾട്ട്, അതായത് സോഡിയം കാർബണേറ്റ് എന്നൊരു വസ്തു ഫോം ചെയ്തതിനെ പറ്റി പറഞ്ഞു. ഈ സോഡിയം കാർബണേറ്റിന്റെ റീക്രിസ്റ്റലൈസേഷൻ നടത്തുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, വാഷിംഗ് സോഡ കിട്ടുന്നത്. അപ്പൊ നമ്മൾ മുമ്പേ പറഞ്ഞെടുത്ത് സോഡിയം ബൈ കാർബണേറ്റിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സോഡിയം കാർബണേറ്റ് കിട്ടുന്നുണ്ടായിരുന്നു. ഈ സോഡിയം കാർബണേറ്റിനെ റീക്രിസ്റ്റലൈസേഷൻ നടത്തുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് വാഷിംഗ് സോഡ എന്ന് പറയുന്നത്. അതായത് Na2CO3 10H2O എന്നതാണ് വാഷിംഗ് സോഡയുടെ ഫോർമുല. അതിനകത്ത് ആ ഒരു ഒറ്റ ഇക്വേഷൻ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, പഠിക്കാനുള്ളൂ. അപ്പം ഇതെന്ന് പറയുന്ന ഏത് ഇക്വേഷൻ ആയിരുന്നു, നമ്മൾ മുമ്പേ പറഞ്ഞ ബേക്കിംഗ് സോഡയുടെ ഹീറ്റിംഗ് പ്രോസസ് ആണ്. അതായത് NaHCO3 ഹീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫസ്റ്റ് ഉണ്ടല്ലോ സോഡിയം കാർബണേറ്റ്. ഈ സോഡിയം കാർബണേറ്റിനെ റീക്രിസ്റ്റലൈസേഷൻ പ്ലസ് ആഡിങ് വിത്ത് 10H2O മോളിക്യൂൾസ് വി വിൽ ഗെറ്റ് സോഡിയം കാർബണേറ്റ് ഡോട്ട് 10H2O. ഈ സോഡിയം കാർബണേറ്റ് 10H2O ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വാഷിംഗ് സോഡ എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്ത് അങ്ങനെ ഒരുപാടൊന്നും പറയാനില്ല. ഈ ഒരൊറ്റ ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. അത് പ്രിപ്പയർ ചെയ്യുന്ന ഒരു റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്തായിരുന്നു, സോഡിയം ക്ലോറൈഡ് തന്നെയായിരുന്നു. കാരണം ഈ സോഡിയം ബൈ കാർബണേറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ സോഡിയം ക്ലോറൈഡ് എടുത്തിരുന്നു അല്ലെ. അവിടുത്തെ റോ മെറ്റീരിയൽ എന്തായിരുന്നു, സോഡിയം ക്ലോറൈഡ്. അതിൽ നിന്ന് തന്നെ കിട്ടുന്ന ഒരു വസ്തുവാണ് എന്ന് പറയുന്നത് സോഡിയം കാർബണേറ്റ്. അപ്പൊ ഇതിന്റെ റോ മെറ്റീരിയൽ എന്ത് തന്നെയാണെന്ന് നമുക്ക് പറയാം, സോഡിയം ക്ലോറൈഡ് ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ ഈ സോഡിയം കാർബണേറ്റ് റീക്രിസ്റ്റലൈസേഷൻ കിട്ടുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്, റീക്രിസ്റ്റലൈസേഷൻ നടത്തുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് വാഷിംഗ് സോഡ. Na2CO3 10H2O എന്നതാണ് അതിന്റെ ഫോർമുല എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് അതിന്റെ കുറച്ച് യൂസസിനെ പറ്റിയിട്ടാണ്. അതായത് പേപ്പർ, ഗ്ലാസ്, അതേപോലെ സോപ്പ് തുടങ്ങിയ ഇൻഡസ്ട്രിയിൽ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യാറുണ്ട്, സോഡിയം കാർബണേറ്റിനെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ വാഷിംഗ്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ കാര്യം, അവിടെ എന്താണ് നമ്മൾ ഈ സോഡിയം കാർബണേറ്റ് അല്ലെങ്കിൽ വാഷിംഗ് സോഡ യൂസ് ചെയ്യാറുണ്ട്. പിന്നെന്താണ്, സോഡിയം കോമ്പൗണ്ട്സിനെ മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ വാഷിംഗ് സോഡ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോഡിയം കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ ബൊറാക്സ് എന്നൊക്കെ പറയുന്നത് സോഡിയത്തിന്റെ കോമ്പൗണ്ട്സ് ആണ്. അപ്പൊ അങ്ങനെയുള്ള വസ്തുക്കൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സിൽ നമ്മൾ വാഷിംഗ് സോഡ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് വാട്ടറിന്റെ പെർമനന്റ് ഹാർഡ്നെസ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഈ വാഷിംഗ് സോഡ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇത്രയുമാണ് കെമിക്കൽസ് ഫ്രം കോമൺ സാൾട്ട് എന്ന പോർഷനിൽ നമുക്ക് പറയാനുള്ളത്. ലാസ്റ്റ് വൺ ആണ് നമ്മൾ ഈ പറഞ്ഞത് വാഷിംഗ് സോഡ എന്ന് പറയുന്നത്. വാഷിംഗ് സോഡ പ്രിപ്പയർ ചെയ്യേണ്ട റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ് തന്നെയാണ്. ആ സോഡിയം ക്ലോറൈഡ് ഉപയോഗിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്ത സോഡിയം ബൈ കാർബണേറ്റിനെ ഹീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന സോഡിയം കാർബണേറ്റിനെ റീക്രിസ്റ്റലൈസേഷൻ നടത്തുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്, വാഷിംഗ് സോഡ എന്ന് പറയുന്നത്. വാഷിംഗ് സോഡയുടെ ഫോർമുല എന്ന് പറയുമ്പോൾ Na2CO3 10H2O എന്നതാണ്. അതിന്റെ യൂസസ് എന്ന് പറയുമ്പോൾ ഗ്ലാസ്, പേപ്പർ, പിന്നെ സോപ്പ്, അതിനെ പ്രിപ്പയർ ചെയ്യുന്ന ഇൻഡസ്ട്രി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സെക്കൻഡ് പറഞ്ഞത് വാട്ടറിന്റെ പെർമനന്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വാഷിംഗ് പർപ്പസിന് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു, സോഡിയം കോമ്പൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്നത് സോഡിയം കാർബണേറ്റിനെ തന്നെയാണ്. ഓക്കെ, ഇത്രയുമാണ് കെമിക്കൽസ് ഫ്രം കോമൺ സാൾട്ട് എന്ന ടോപ്പിക്. ഇനി ഒറ്റൊരു കാര്യം കൂടി പറഞ്ഞാൽ നമുക്ക് ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാം. ആ ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.